तो देखिए, ലെറ്റ് us കം ബാക്ക് ടു ഇബ്രൂസ്, എബ്രായ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. 6-ാം അധ്യായം. അപ്പം അവരെ ആ, അവരെ ഉപദേശിച്ചും അവരെ ശാസിച്ചും അവരുടെ ഗുണീകരണത്തിന് വേണ്ടി സംസാരിച്ചിട്ട് നീതിയിൽ അവരെ അഭ്യസിപ്പിക്കുകയാണ് ഈ ലേഖനകർത്താവ് ചെയ്യുന്നത്. അപ്പം 9 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ ഇതുവരെ അവരെ മുന്നറിയിപ്പുകൾ കൊടുത്ത് അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പോയാൽ ശരിയാവത്തില്ല എന്ന് വളരെ ശാസിക്കുന്ന ഒരു 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 നോട്ടാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ 9 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ ആശ്വാസവാക്കും പറഞ്ഞവരെ ബലപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറയരുത്. ആദ്യം നമ്മളെ ഒന്ന് ശാസിക്കും, ആദ്യം നമ്മൾ പോകുന്ന വഴി തെറ്റാണ് എന്ന് ചൂണ്ടി നമ്മളെ കാണിക്കും. അങ്ങനെ മനസ്സ് തിരിഞ്ഞു വരുവാൻ താല്പര്യത്തോടെ ആയിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ മടങ്ങി വരുമ്പോൾ ആശ്വാസവചനവും ദൈവത്തിൽ കേൾക്കുവാനിടയായിത്തീരും. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? അതിന് നാം തിരിഞ്ഞു വരണം. തിരിഞ്ഞു വരുമ്പോഴാണ് ആശ്വാസം. നമുക്ക് ആദ്യം എന്തോ വേണ്ടേ? ശാസനയല്ല, നമുക്ക് ആദ്യം എന്തോ വേണ്ടേ? ആശ്വാസമാണ്. എന്നാൽ ശാസനയിൽ നിന്ന് വരുന്ന ആശ്വാസം ആണ് യഥാർത്ഥമായ ആശ്വാസം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇവിടെ 9 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാം. तो देखिए, अभी तक जो है ये कलिसिया के लोगों को ये लेटर लिखने वाला जो है क्या कर रहा था? वो इल्जाम लगा रहा था ना, इल्जाम लगाया, उपदेश किया कि ऐसा जाएगा तो वो जमीन हो जाएंगे तुम लोग, ऐसा नहीं हो सकता है, यू कैनॉट बी स्लगिश, यू कैनॉट बी लेजी इन स्पिरिचुअल लाइफ. ये सलाह देने के बाद, ये इल्जाम लगाने के बाद 9 से लेके 12 जो भी हम लोग देखने के लिए जा रहे हैं, उन्हें क्या कर रहा है मालूम है? वो उन्हें प्रोत्साहित कर रहा है, एनकरेज कर रहा है. प्रभु का वचन ऐसे ही है. हमें सबसे पहला इल्जाम लगाएगा, इल्जाम लगा के हम लोग मन फिरा के तौबा करके दोबारा लौट के आने के लिए जब भी हम लोग प्रभु के पास आएंगे, परमेश्वर का वचन हमें प्रोत्साहित करेगा, एनकरेज करेगा. लेकिन हमको सबसे पहले क्या चाहिए? इल्जाम चाहिए कि एनकरेजमेंट चाहिए? हमको एनकरेजमेंट चाहिए. लेकिन सच में एक बात बोलूं, सच में एनकरेजमेंट कब आता है मालूम है? जब भी मेरे और आप लोगों के रास्ते को खुदावंद का रूप वचन से इल्जाम लगाता है, और जब हम मुड़कर आते हैं तब है मुझे और आप लोग को सच में